പിണറായി വിജയന്റെ മുഖ്യമന്ത്രി പദവും മുഹമ്മദ് റിയാസിന്റെ മന്ത്രി പദവും എന്തിനേറെ ഈ മന്ത്രിസഭ വരെ താഴെ വീഴുവാൻ സാധ്യതയുള്ള ഒരു വലിയ വാർത്തയാണ് ഇന്ന് മാധ്യമങ്ങളിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായുള്ള വൻ ക്രമക്കേട് മാസപ്പടി വിവാദം അന്വേഷിക്കണമെന്ന് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഉത്തരവിട്ടു. ഇതേ തുടർന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനി ബാംഗ്ലൂരിന്റെ റിപ്പോർട്ട് പ്രകാരം വലിയ ക്രമക്കേടുകൾ വീണ വിജയന്റെ കമ്പനിയിൽ നടന്നിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചു വി.ഡി. സതീശൻ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇന്നിപ്പോ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ പുതിയ വിവരം പുറത്തു വന്നിരിക്കുകയാണ്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരിൽ അന്വേഷിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അന്വേഷണത്തിന് കമ്പനികാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ KSIDCക്കെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടുകച്ചവടമാണ്. ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ എല്ലാം ശരിയാണ് എന്ന് വരികയാണ്. അഴിമതിയാണ് വ്യാപകമായി നടക്കുന്നത്. ഈ അഴിമതി ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതിനെ കുറിച്ചത് അവസാനം എന്ത് സംഭവിക്കും എന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ നടക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പോലെ അവസാനിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു, ഞങ്ങൾ സംശയിക്കുന്നു. കരുവന്നൂരിലെ ED അന്വേഷണം എവിടെ പോയി? കരുവന്നൂരിലെ ED അന്വേഷണം തൃശ്ശൂർ പാർലമെന്റിൽ BJPക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിൽമെന്റിന്റെ ഭാഗമായി മാറുകയാണോ എന്ന് ഞങ്ങൾ നേരത്തെ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. നേരത്തെ അത് തന്നെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരണയിലേക്ക് CPM-ഉം BJPയും പോവുകയാണ്. കേന്ദ്ര ഏജൻസികളെ കൊണ്ടുവന്ന് അന്വേഷിപ്പിച്ച് അവസാനം രാഷ്ട്രീയമായ അവിഹിതമായ ബന്ധത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറിയതുപോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാറാനുള്ള ശ്രമമാണോ എന്ന് ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും. എന്തായാലും കേരളത്തിലെ CPM-ഉം സംഘപരിവാർ ശക്തികളുമായി ഒരു അവിഹിതമായ ബന്ധമുണ്ട്. അത് SNC ലാവ്ലിൻ കേസിലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലും കരുവന്നൂരിലെ ED കേസിലും ഞങ്ങൾ കണ്ടതാണ്. അത് തന്നെയാണോ മാസപ്പടി കേസിൽ ആവർത്തിക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾ നിരീക്ഷിക്കും, സൂക്ഷ്മമായി നിരീക്ഷിക്കും. ശക്തമായാണ് പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നത്. മാത്തിക്കുഴൽനാടൻ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടിയ മാസപ്പടി വിവാദം ആദ്യമൊക്കെ ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷ അനുയായികളും തള്ളിപ്പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ കേന്ദ്രം ഇതിനെതിരെ അന്വേഷണത്തിനു വേണ്ടി ഉത്തരവിട്ടപ്പോൾ നിശബ്ദമായി മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ നടന്നു പോകുവാൻ മാത്രമേ മന്ത്രിമാർക്ക് കഴിയുന്നുള്ളൂ. ആർക്കും ഒന്നും മിണ്ടാനോ ഉരിയാടാനോ കഴിയുന്നില്ല. ഇതൊക്കെ മുമ്പും ചർച്ച ചെയ്തതല്ലേ, ഇനി എന്തിനാണ് കൂടുതൽ ചർച്ച എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മാത്രമാണ് അവിടെ നിന്നും വരുന്നത്. AK ബാലന്റെ പഴയ ഊർജമൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. വളരെ നിശബ്ദമായ അന്തരീക്ഷമാണ്. എന്തായാലും പ്രതിപക്ഷം എല്ലാം എണ്ണി തന്നെ പറയുന്നുണ്ട്. എങ്കിലും കേന്ദ്രവും സർക്കാരും തമ്മിലുള്ള വലിയ ഒരു ഒത്തുകളിയുടെ ഭാഗമാണ് ഇതെന്ന് വി.ഡി. സതീശൻ പറയുന്നു. കേരള സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയോ ക്രമക്കേടുകളോ കാണിക്കുന്നു, അപ്പോൾ തന്നെ സടകുടഞ്ഞെഴുന്നേക്കുന്നത് പോലെ കേന്ദ്രത്തിൽ നിന്നും ED പറന്നെത്തുന്നു, അന്വേഷിക്കുന്നു. അന്വേഷണം കുറെ കാലം കഴിയുമ്പോൾ ഒന്നുമല്ലാതെ എങ്ങുമെത്താതെ പോകുന്നു. അതിന് ഉദാഹരണങ്ങളും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. ലൈഫ് മിഷൻ പദ്ധതി എവിടെ? ലാവ്ലിൻ കേസ് എവിടെ? കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് എവിടെ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എവിടെ? അങ്ങനെ ഈ കേസുകളെല്ലാം എങ്ങും എത്താതെ നിൽക്കുകയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് വി.ഡി. സതീശൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലൊരു ആരോപണം ഉയരുന്നു. ED അവിടെ പറന്നെത്തുന്നു, അന്വേഷണം ആരംഭിക്കുന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അത് നിശബ്ദമായി നിൽക്കുന്നു. ഇത്തവണ തൃശ്ശൂർ BJPക്ക് നൽകുവാൻ വേണ്ടി ഇടതുപക്ഷവും BJPയും ചേർന്ന് കളിക്കുന്ന ഒരു നാടകമാണ്, രാഷ്ട്രീയപരമായ ഒരു തന്ത്രമാണ് എന്നും വി.ഡി. സതീശൻ വ്യക്തമായി പറയുന്നു.